യൂണിറ്റിൽ കൂടുതൽ പേരുമായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷികളുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ 18+ ആയിട്ടുള്ള കുട്ടികളാണ് ഈ എയ്സ്, അതായത് ആദർശ് സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് എന്നുള്ള ഒരു സെൻ്ററാണിത്. ആദർശിൻ്റെ ഒരു ഭാഗമാണ്. ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലാണ് മെൽറ്റിംഗ് ഹാർട്ട്സ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രോഡക്റ്റ്സ് മാത്രമേ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചപ്പാത്തിയിൽ ഓൾമോസ്റ്റ് അവർ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം നാൾ ചപ്പാത്തി ഒന്നും ഇരിക്കില്ല, ഒരു ദിവസമൊക്കെ ഇരിക്കുള്ളൂ. ഇവിടെ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് തൃപ്പൂണിത്തുറയിലെ ഒരു ബേക്കറിയിലാണ്, മെൽറ്റിംഗ് ഹാർട്ട്സ്. ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൂടുതൽ പേരുമായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷികളുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മളിന്ന് അവരുടെ വിശേഷങ്ങൾ അറിയാനാണ് വന്നിരിക്കുന്നത്. വരും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മെൽറ്റിംഗ് ഹാർട്ട്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. ഇതാണ് ഗീത മാം. ഗീത മാം ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്, അല്ലേ മാം? എനിക്കറിയാവുന്നത് പറഞ്ഞു തരാം. അത് മതി. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇതിപ്പോൾ 2 വർഷമായി ഈ മെൽറ്റിംഗ് ഹാർട്ട്സിൻ്റെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ മുതൽ ഈ കുട്ടികളൊക്കെ ഉണ്ട്? അപ്പോൾ ഉണ്ട്. ഇവരിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉണ്ട്. ഇവിടെ 18+ ആയിട്ടുള്ള കുട്ടികളാണ് ഈ എയ്സ്, അതായത് ആദർശ് സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് എന്നുള്ള ഒരു സെൻ്ററാണിത്. ആദർശിൻ്റെ ഒരു ഭാഗമാണ് ഈ മെൽറ്റിംഗ് ഹാർട്ട്സ് എന്ന് പറയുന്നത്. അതെ, ആദർശിൽ ഇത് വൊക്കേഷണൽ യൂണിറ്റാണ്. ഓക്കെ. നമ്മളിവിടെ 18+ ആയിട്ടുള്ള കുട്ടികളെ ഇവിടെ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി NIOS അതിൻ്റെ 5 കോഴ്സസ് ആണ്. അപ്പോൾ 5 കോഴ്സസ് NIOSൻ്റെ 5 കോഴ്സസ് നമുക്കിവിടെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഓൾറെഡി തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന വൊക്കേഷണൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പേപ്പർ ബാഗ്, ക്യാൻഡിൽ മേക്കിങ്, സോപ്പ് മേക്കിങ്, അങ്ങനെയുള്ള, അതുപോലെ ജ്വല്ലറി മേക്കിങ്, അങ്ങനെയുള്ള കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഒരു ഡിഗ്രി ക്ലാസ് അത്രയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്നുള്ള രീതിയിലാണ് മെൽറ്റിംഗ് ഹാർട്ട്സ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ പ്രോഡക്റ്റ്സ് മാത്രമേ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇവിടെ കുട്ടികളും കൂടി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ? ഇവിടെ ഏകദേശം 135 കുട്ടികളോളം ഉണ്ട് ടോട്ടൽ. അതിൽ നിന്ന് കുറച്ച് സ്റ്റുഡൻസിന് അതെ, ഡെയിലി കുറേ പേര്, ഒരു 20-25 കുട്ടികൾ ഇവിടെ ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട് ഓരോ ഷിഫ്റ്റായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാത്തിലും അവരുടെ ഒരു കയ്യൊപ്പുണ്ട്. അതെ, അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്? കുട്ടികൾ ചെയ്യുന്നതാണോ അതോ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ? ഇവിടെ കുട്ടികളുടെ കയ്യൊപ്പ് ഒതുങ്ങി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ. മെയിനായിട്ട് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം നാൾ ചപ്പാത്തി ഒന്നും ഇരിക്കില്ല, ഒരു ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചപ്പാത്തി പോകുന്നുണ്ട്, സെയിൽ നടക്കുന്നുണ്ട്. കുട്ടികളാണ് കൂടുതലും അതിൻ്റെ വർക്കിൽ നന്നായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. പാക്കറ്റ്സ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്ക്ഡായിട്ടും കൊടുക്കുന്നുണ്ട് സ്കൂളുകളിലേക്ക്, ചില സ്കൂളുകളിലേക്കൊക്കെ, അതുപോലെ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഹാഫ് കുക്ക്ഡ്, ഫുൾ കുക്ക്ഡ് അങ്ങനെയൊക്കെ ഇല്ലേ? ഇപ്പോൾ ഹാഫ് കുക്ക്ഡാണ് നമ്മൾ സെയിലിന് വെക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലുകൾ, അതുപോലെ ഇപ്പോൾ ഭവൻസ് പോലുള്ള സ്കൂളുകളിലേക്ക് അവർ ലഞ്ചിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കുക്ക്ഡായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് കുക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ സമയത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം വേറെ പ്രിസർവേറ്റീവ്സ് ഇല്ല. അതിൻ്റെ ഗുണം അതാണ്. കുട്ടികളപ്പോൾ എല്ലാത്തിനും ഇൻവോൾവ് ആവും കാര്യങ്ങളിലൊക്കെ. അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചപ്പാത്തിയിൽ ഓൾമോസ്റ്റ് അവർ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ഇതുപോലെയുള്ള ബ്രെഡ് ബണ്ണ് കാര്യങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പാക്കിങ്ങിൽ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിൽ അവരെ കൊണ്ടുപോയി വെക്കുന്നത്, അവരതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. നമ്മളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാവരെയും നമുക്ക് എന്നും നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണോ അവർക്ക് പറ്റുന്നത്
കാര്യത്തിലേക്ക് അവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ച് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി അവർക്ക് നാളെ ജീവിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും, പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ട്രസ്റ്റ് ആയാലും എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില കുട്ടികളെ കുറേശ്ശെ പ്ലേസ് ചെയ്യാനായിട്ടാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അതിനാണ് നമുക്ക് സപ്പോർട്ട് വേണ്ടത്, പുറത്തു നിന്നുള്ള ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ടത്. ഞങ്ങളിപ്പോൾ ഒരു ഗ്രൂമിങ് സെഷൻസ് ഉണ്ട്, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളാണല്ലോ ഫസ്റ്റ് ഉണ്ടായത്, അപ്പോൾ അതിനുശേഷമാണോ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് സ്കൂളിൽ നിന്ന് സ്റ്റുഡൻസിനെ കൊണ്ടുവരാന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ വന്നത്, ഐഡിയാസ്? അതെ, ഇത് 18 years വരെയുള്ള സ്കൂളെന്ന് പറയുന്നത് കുരിക്കാടാണ്. അവിടെ ചെറിയ കുട്ടികൾ മുതൽ, അതായത് ഒരു 3 months മുതലുള്ള കുട്ടികൾ ഏർലി ഇൻ്റർവെൻഷൻ പീരീഡ് മുതൽ 18 years വരെ അവിടെ ഉണ്ട് കുട്ടികൾ. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് റൂളുണ്ട്, 18 years കഴിഞ്ഞാൽ നമുക്കവിടെ സ്കൂളുകളിൽ നിർത്താൻ പാടില്ല. അങ്ങനത്തെ ഒരു ചിന്ത വന്നപ്പോഴാണ് നമുക്കിതുപോലെയുള്ളൊരു സ്ഥലം കിട്ടുകയും നമ്മൾ കുട്ടികളെ 18 കഴിഞ്ഞവരെ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തത്. ഇത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത് മാക്സിമം ഇവരെ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആക്കി കുറേ പേരെങ്കിലും നമുക്ക് ഒന്ന് ഇവിടെ നിന്ന് വിട്ട് അടുത്ത ടീമിനെ വീണ്ടും അതൊരു പ്രോസസ്സായിട്ട് പോകണമല്ലോ, എന്നാലല്ലേ ബാക്കിയുള്ളവർക്കും ചാൻസ് കൊടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ അതാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മളുടെ ഇവിടെ ഒരു മൻ എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ അവർ വന്ന് ട്രെയിനിങ് കൊടുക്കുന്നു, കുട്ടികളെ ഗ്രൂം ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവർ തന്നെ പ്ലേസ് ചെയ്യുന്നൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതൊരു സക്സസ് ആയി കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്കും പാരൻസിനും ഒക്കെ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് മെൽറ്റിംഗ് ഹാർട്സിലെ പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള സ്റ്റുഡൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു ബൈ പറയില്ല എല്ലാവരും? ബൈ പറഞ്ഞോ. ബൈ ബൈ.